മേരി അവനെ കടന്ന് മുന്നോട്ടു പോകെ ബെന്നി മൃദുവായി വിളിച്ചു. കാത്തു ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നതേയുള്ളൂ. മേരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞുകൊണ്ട് അവന് മുഖം കൊടുക്കാതെ കാത്തു വേഗം നടന്നു. നിന്റെ അച്ചാച്ചൻ്റേത് വെറുമൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല എന്ന് പറയാനാ ഞാൻ വന്നേ. കാത്തുവിൻ്റെ കാലുകൾ പിടിച്ചു കിട്ടിയതുപോലെ നിശ്ചലമായി. എന്താ? അനിയന്ത്രിതമായി പിടിക്കുന്ന ഹൃദയത്തെ അടക്കാൻ വിഫലമായൊരു ശ്രമം നടത്തിയവൾ. കണ്ണുകൾ പകപ്പോടെ മിഴിഞ്ഞു വന്നവളെ നോക്കി ബെന്നി ഒന്ന് ചിരിച്ചു. ഒരു കോളിനപ്പുറം എല്ലാം കേട്ടുനിന്ന അലക്സിലും അതേ ചിരി നിറഞ്ഞിരുന്നു. ആരിത്? വാ. അലോഷിയെ കണ്ടതും സ്നേഹത്തോടെ ജോൺ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. പാർത്തിയെ ഒന്ന് നോക്കി അലോഷി അയാൾക്കടുത്തേക്ക് പോയി. ചെറിയൊരു ചിരിയിൽ ജോൺ അവരെ സ്വീകരിച്ചു. പാർത്തിക്കും അലോഷിക്കും ഇരിക്കാനായി ചെയർ നൽകിക്കൊണ്ട് അയാളും എതിർഭാഗത്തിരുന്നു. ചെത്തിമറ്റം ഫിനാൻസിലായിരുന്നു ഇപ്പോൾ അവർ. ഇടയ്ക്കുള്ള 1-2 കൂടിക്കാഴ്ചയിൽ തന്നെ അലോഷി ജോണുമായി അടുത്തിരുന്നു. നല്ലൊരു മനുഷ്യൻ, അതായിരുന്നു അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അലോഷിയിൽ നിന്നുമുള്ള ഇമേജ്. എന്താടോ വിശേഷിച്ച്? വീണ്ടും അവൾ എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചോ? ചെറുതല്ലാത്തൊരു ടെൻഷൻ അയാളുടെ മുഖത്ത് നിറഞ്ഞു വരുന്നത് പാർത്തി കണ്ടു. അതിനെ ചിരി കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഒരപ്പൻ്റെ ആദി അതിൽ വ്യക്തമായിരുന്നു. അലോഷി ചെറു ചിരിയോടെ ഒന്ന് വിലങ്ങനെ തലചലിപ്പിച്ചു. അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഇതുവഴി പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ. ഇത് പാർത്ഥിബൻ. ജോണിന് നേരെ കൈനീട്ടി സ്വയം പരിചയപ്പെടുത്തി പാർത്തി. എൻ്റെ അനിയനാണ്. അഭിമാനത്തോടെ അലോഷി പറയുമ്പോൾ അയാളുടെ കണ്ണൊന്ന് വികസിച്ചു. പിന്നെ ചിരിയോടെ ഇരുവരെയും നോക്കി. ചുമ്മാ കയറിയതല്ലെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. എന്താടോ? ജോൺ സംസാരത്തിന് തുടക്കമിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് ആഞ്ഞു. അലോഷിയുടെ മുഖത്ത് ഗൗരവം നിറയുന്നതും അവനും എന്തോ പറയാൻ തുടങ്ങുന്നത് അയാൾ നോക്കിയിരുന്നു. ജെറി. തെളിഞ്ഞു കണ്ട മുഖം ഞൊടിയിടയിൽ മങ്ങിപ്പോയി ജോണിൻ്റെ. അന്ന് പറഞ്ഞത് അവനെ പറ്റിയായിരുന്നു. ഇപ്പോൾ എന്തേ? കാത്തു പറഞ്ഞോ? ആദ്യമായി അലോഷിയെ കാണാൻ വന്നപ്പോൾ ജോൺ അയാൾക്കൊരു മകനുണ്ടായിരുന്നെന്നും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയെന്നും അതിൽ കാത്തു മാനസികമായി നന്നേ തകർന്നു പോയെന്നുമൊക്കെ പറഞ്ഞിരുന്നു. പണ്ട് മുതലേ വാശിക്കാരിയായിരുന്ന കാത്തു അതിനുശേഷമാണ് ആരെയും അനുസരിക്കാത്തവളായി മാറിയതെന്നും അവളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു വാശി നേരിടേണ്ടി വന്നാൽ തൻ്റെ മുഖമോർത്തെങ്കിലും ക്ഷമിക്കണമെന്നും ജോൺ അന്ന് തന്നെ അവനോട് കൂട്ടിച്ചേർത്തിരുന്നു. അവളെ വേദനിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അലോഷിയും കാത്തുവിൻ്റെ പ്രവൃത്തികളെ നിസ്സാരമായി കണ്ടത്. ഇല്ല, ചോദിച്ചിട്ടില്ല ഇതുവരെ. അവൾ പറയാൻ ശ്രമിച്ചിട്ടുമില്ല. ജോൺ മുഖം കുനിച്ചു. എന്തു പറ്റിയതാ ജെറിക്ക്? പാർത്തിയായിരുന്നു ചോദിച്ചത്. അയാളെ തന്നെ നോക്കി അലോഷിയും ഇരുന്നു. ആക്സിഡൻ്റ് ആയിരുന്നു. വിരോധമില്ലെങ്കിൽ ജെറിയുടെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ? പാർത്തി സൗമ്യനായി ചോദിച്ചു. ജോണിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. എന്തിനാ? ജെറിയുടെ മരണം വെറുമൊരു ആക്സിഡൻ്റ് അല്ല എന്നൊരു സംശയം. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തു പറയുമെന്ന് ശങ്കിച്ചു നിന്ന പാർത്തിയെ മറികടന്ന് അലോഷി അല്പമൊന്ന് കടുപ്പിച്ചു പറഞ്ഞു. ചുളിവ് വീണ അയാളുടെ നെറ്റി നേരെയാവുന്നതിനൊപ്പം കണ്ണുകൾ കൂടി ഞെട്ടലോടെ മീഞ്ഞു വന്നു. വെറുമൊരു ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ ജെറി മരിച്ച് മിനിറ്റുകൾക്കകം ചെത്തിമറ്റത്തുകാർ ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു. പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ കാശ് വാരിയെറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി തിരികെ കൊണ്ടുവരില്ലായിരുന്നില്ല. കൂട്ടിയിടിച്ച ലോറിക്കെതിരെ കേസ് കൊടുക്കാതിരിക്കുമായിരുന്നില്ല. മായയെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കുമായിരുന്നില്ല. പരിഹാസത്തിൽ പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഒടുവിലെത്തിയപ്പോൾ അലോഷി ദേഷ്യത്തോടെ ടേബിളിൽ ആഞ്ഞടിച്ചു അലറി. ജോൺ പകച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. പാർത്തി അയാളുടെ ഭാവങ്ങൾ ഓരോന്നും സൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. മാറിമറിയുന്ന ഓരോ ഭാവവും. പിന്നെന്തോ ഒന്ന് പോക്കറ്റിൽ നിന്നെടുത്ത് അയാൾക്ക് നേരെ ടേബിളിൽ നീട്ടിവെച്ചു. അതിലേക്ക് നോക്കി അയാളുടെ കണ്ണുകൾ ഞെട്ടലോടെ മേഞ്ഞുപോയി. ഒടുവിൽ ഒരു തുള്ളി കണ്ണുനീർ അതിലേക്ക് പതിച്ചു. തളർച്ചയോടെ അയാൾ ആ ടേബിളിൽ തല താങ്ങി കൊടുത്തിരുന്നു. അന്ന. സായുജ് പതിയെ വിളിച്ചതും അന്ന ഇരുന്നിടത്തു നിന്നും കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. കണ്ണുകൾ മായയിലും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന സേറയിലും നിന്നും കഷ്ടപ്പെട്ട് അടർത്തി മാറ്റി. ഹോസ്പിറ്റലിൽ മായ അഡ്മിറ്റ് ചെയ്ത റൂമിലാണ് അവരിപ്പോൾ. സമയം സന്ധ്യ മയങ്ങിയിട്ടുണ്ട്. അലോഷിയും പാർത്തിയും പോകുമ്പോൾ തന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ. സേറയെ അടുത്ത് കണ്ടതോടെ മായ പഴയതിലും ഉഷാറായതുപോലെ. ആദ്യമൊന്ന് അറച്ചെങ്കിലും അന്നയോടും മായ ചിരിച്ചുകൊണ്ട് മിണ്ടിയതും പകുതി ടെൻഷൻ കുറഞ്ഞതുപോലെ തോന്നി. പക്ഷേ അപ്പോഴും അന്നയുടെ മാനസികാവസ്ഥ വേദനിപ്പിച്ചിരുന്നു. കഴിക്കുന്നില്ലേ? സായുജ് സ്നേഹത്തോടെ അവളോട് തിരക്കി. അന്ന പുഞ്ചിരിച്ച് വളരെ നേർമയായി ജിത്തുവിനെടുക്കട്ടെ പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന് ഭക്ഷണം എടുക്കാൻ തുനിഞ്ഞവൾ. വേണ്ട, വിശപ്പില്ല, താൻ കഴിക്ക്. അവളുടെ മുഖത്ത് ചിരി കാണുന്നതോ സായുജിനൊരാശ്വാസം പോലെ തോന്നി. സായുജ് ഇറങ്ങിക്കിടക്കുന്ന മായയെയും കുഞ്ഞിയെയും നോക്കി. മായയെ ഒരിക്കലും കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അന്നയുടെ കണ്ണുകളും അവരിലേക്ക് എത്തിയതും സായുജ് പതിയെ ചോദിച്ചു. ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത്രയും മനോദുഃഖം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം.
ഒരിക്കലുമില്ല. ഒരു പക്ഷേ സ്വാർത്ഥയായി ചിന്തിച്ചാൽ അങ്ങനെ തോന്നുമായിരിക്കും. ഇപ്പോൾ ഉള്ളിൽ സമാധാനമുണ്ട്. അമ്മ എന്ന വികാരം എത്ര വലുതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം. പറയുമ്പോൾ അന്നയുടെ ശബ്ദം വിറച്ചു. എത്ര തടഞ്ഞാലും അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് തെറിച്ചതും സായുജി പെട്ടെന്നൊന്ന് പകച്ചു. വേദനിപ്പിക്കണമെന്ന് കരുതി ചോദിച്ചതല്ല അന്ന. ഏയ് സാരില്ല, ഞാൻ പെട്ടെന്ന്. അന്ന മുഖവും മൂക്കും തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. സമയം ഒരുപാടായില്ലേ, പോവണ്ടേ? കുറച്ച് നിമിഷങ്ങൾ കൂടി കടന്നു പോകെ സായുജ് വാച്ച് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. അവർ വന്നില്ലല്ലോ. അവരെ കാത്തുനിന്നാൽ ഇനിയും വൈകിയാലോ. അന്നവ, ഞാൻ കൊണ്ടുചെന്നാക്കാം. രാവിലെ ഡിസ്ചാർജ് ചെയ്യാനുള്ളതല്ലേ. രാവിലെ മുതലുള്ള അവളുടെ മുഷിഞ്ഞുള്ള ഇരിപ്പ് കാണി സായുജ് പറഞ്ഞു. അന്നയുടെ കണ്ണുകൾ മായയിലും സേറയിലും തങ്ങി നിന്നു. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് സേറയുടെ അടുത്ത് പോയി മുഖം കുനിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി. കണ്ണുനീർ ഒരു തുള്ളി അവളുടെ നെറ്റിയിൽ പതിച്ചതും ഒരിക്കൽ കൂടി അവൾ അതിനെ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു. കുഞ്ഞു പെണ്ണൊന്ന് ചുണുങ്ങി. ചുണ്ടിൽ തത്തി ചിരിയോടെ മായയുടെ നെഞ്ചിലൊന്ന് മുഖമമർത്തി. ഇന്നൊരു ദിവസം കൂടി സേറയെ കടന്തരുമോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു അന്നയ്ക്ക്. പക്ഷേ വേണ്ട. അവൾ മനസ്സിനെ കല്ലാക്കി വേഗത്തിൽ തിരിഞ്ഞു നടന്നു. അന്നയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുകളടച്ചു കിടന്ന മായയുടെ കണ്ണിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങി. റൂമിനുള്ളിലേക്ക് കയറി അന്നയ്ക്ക് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. തറയിലും ബെഡിലും പരന്നു കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ ടോയ്സ്, ഡ്രസ്സ് എല്ലാം കാണി അന്നയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു നോവ് പടർന്നു. ആകെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് പോലെ. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് താൻ എത്തിപ്പെടുവാണോ എന്ന് പോലും തോന്നിയവൾക്ക്. പെട്ടെന്ന് ഡോർ ശക്തിയിൽ വന്നിരിക്കുന്ന ശബ്ദം കേട്ടതും അന്ന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കലങ്ങിച്ചു വന്ന കണ്ണുകളോടെ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന കാതറിൻ. പുറത്ത് ജോഷുവ അതീവ സന്തോഷത്തോടെ ഉള്ളിലെ കാര്യങ്ങൾ ഉറ്റുനോക്കിയും നിൽപ്പുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള മഴ ഇരുവരെയും നന്നേ വലച്ചിരുന്നു. കുത്തിയൊലിക്കുന്ന മഴയിൽ അലോഷിയും പാർത്തിയും മുഴുവനായി നനഞ്ഞു. കൂരുരുട്ടിനെ കീറിമുറിച്ച് ബുള്ളറ്റുമായി മുന്നോട്ട് കുതിച്ചു. നാശം! എന്തൊരു മഴയാണിത്! പറപ്പിച്ചു വിടുന്ന ബുള്ളറ്റിൻ്റെ സ്പീഡിലും വീശിയടിക്കുന്ന കാറ്റിലും മുഖത്തേക്ക് ആഞ്ഞുപതിക്കുന്ന മഴത്തുള്ളികൾ നിരന്തരമായി കണ്ണ് അഞ്ചുന്നതിൽ നീരസപ്പെട്ട് അലോഷി ഉച്ചത്തിൽ പറഞ്ഞു. മിണ്ടാതിരിയടാ, ഒന്ന് ആർത്ത് പെയ്യട്ടെ. അങ്ങനെയെങ്കിലും ഈ കത്തുന്ന ചൂടൊന്ന് കുറയട്ടെ. പാർത്തി ദേഹത്തേക്ക് വന്ന് പൊതിയുന്ന തണുപ്പിൽ നിറഞ്ഞൊന്ന് സന്തോഷിച്ചു. മോനെ, നിനക്കങ്ങനെ പറയാം. വണ്ടി ഓടിക്കുന്നതും വെള്ളമടിച്ചു കയറുന്നതും എനിക്കല്ലേ. നിനക്ക് എൻ്റെ പിന്നിൽ പതുങ്ങിയിരുന്നാൽ മതിയല്ലോ. അലോഷി തലാൽപ്പമൊന്ന് ചരിച്ച് പല്ലുകടിച്ചതും പാർത്തി ചിരിയോടെ അവൻ്റെ പുറത്തിട്ട് തട്ടി. പറഞ്ഞത് ശരിയാണ്. അലോഷിയുടെ മറവിൽ മഴയുടെ കാഠിന്യം തനിക്കടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ യാത്ര നല്ല സുഖമുള്ളതായി തോന്നി പാർത്തിക്ക്. എടാ, ഇനിയിപ്പോൾ നീ അവിടെ നിന്നോ. മഴ കുറഞ്ഞിട്ട് പോണോ വേണ്ടോ എന്ന് നോക്കാം. ഓ വേണ്ട, നിൻ്റെ അപ്പൻ്റെ മുഖം കാണാൻ എന്നെക്കൊണ്ട് വയ്യ. അങ്ങേർക്ക് എന്നെ കാണുമ്പോൾ ചതുർത്തിയുള്ളത് പോലെയാ. പാർത്തി ചുണ്ട് ഒരു വശം കൂട്ടി. മഴയുടെ കൊടിയ ശബ്ദത്തിലകപ്പെട്ട് അവരുടെ ശബ്ദം പകുതിയും ചോർന്നു പോയിരുന്നു. എൻ്റെ മാത്രം അപ്പനല്ലടാ അങ്ങേര്. അത് കേൾക്കുമ്പോൾ ചുവന്നു വരുന്ന മുഖം നോക്കാതെ തന്നെ അലോഷി അറിയുന്നുണ്ടായിരുന്നു. വേഗം പോടാ. പാർത്തി അവൻ്റെ പുറത്തിട്ടൊന്ന് അടിച്ചു അലറി. അപ്പൻ്റെ സ്ഥാനം അവൻ്റെ മനസ്സിലെന്നും ശിവന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പേരും അവനോടൊപ്പം ചേർക്കാൻ പാർത്തി ആഗ്രഹിക്കുന്നില്ല. അതറിഞ്ഞു വെച്ച് തന്നെയാണ് തെണ്ടി പറയുന്നത്. പാർത്തി പല്ലുകടിച്ചോർത്തു. ഡാ, അന്നമ്മ വീട്ടിലെത്തിയിട്ടുണ്ടോ? നീ വിളിച്ചായിരുന്നോ അവനെ? ഹാ, വീട്ടിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ പോയിട്ടൊന്ന് നോക്കിയേക്കണേ ഡാ. കുഞ്ഞില്ലാതെ പെണ്ണ് തളർന്നു പോയിട്ടുണ്ടെന്ന് ജിത്തുവിന് പോലും സങ്കടമായെന്ന്. പാർത്തിയുടെ ശബ്ദത്തിൽ അന്നയെ ഓർത്തില്ല. വേദന കലർന്നു. അവൻ്റെ വിഷമത്തിൻ്റെ കണക്കൊന്നും നീ പറയണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയുന്നോണ്ടല്ലേ മായയുടെ കാര്യം അന്നയുടെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവന് പറ്റില്ല. കൂട്ടുകാരിയോടുള്ള സ്നേഹം. അലോഷി ദേഷ്യത്തിൽ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും മായയുടെ അടുത്ത് കുഞ്ഞിയെ ഏൽപ്പിച്ചത് ഉൾക്കൊള്ളാനേ അലോഷിക്കാവുമായിരുന്നില്ല. അതും അന്ന ഒരു തെറ്റും ചെയ്യാത്ത നിലക്ക്. എല്ലാത്തിനുമുപരി അന്നയെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും അവന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിൽ മറ്റുള്ളവരുടെ ന്യായമോ നേരോ അലോഷി നോക്കുകയുമില്ല. പാർത്തി പക്ഷെ മറുപടി പറഞ്ഞില്ല. അന്നയുടെ വേദന അവനെയും ബാധിക്കുന്നതാണെങ്കിലും മായയുടെ അവസ്ഥ കൂടി അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി. മറ്റുള്ളവരുടെ വേദന കണ്ടില്ലെന്നടിച്ചാൽ നമ്മളൊരു നാൾ നമ്മുടെ വേദനയും മറ്റുള്ളവർക്ക് നിസ്സാരമായിരിക്കുമെന്ന് പാർത്തി വിശ്വസിച്ചിരുന്നു. നീ കാതറിനോട് പറയുന്നുണ്ടോ എന്ന് പാർത്തി ആവശ്യം മാറ്റാനെന്നവണ്ണം ചോദിച്ചു. അപ്പോഴേക്കും അയാൽപ്പം കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അലോഷി മുന്നത്തേതിനേക്കാൾ സ്പീഡും കൂട്ടിയിരുന്നു. ഇല്ല, സമയം പോലെ പറയാം. അതിനുള്ളിൽ അവൾക്ക് അന്നയോടുള്ള സമീപനം ഒന്ന് മാറ്റണം. എത്ര നാളെന്ന് വെച്ചാൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ട് പോണേ? എടാ, അതിനും വേണ്ടി അവൾക്ക് എന്താ പ്രശ്നം അന്നയുമായി? എനിക്കും അറിയില്ല. ഏയ് അല്ലു. എന്തോ പറഞ്ഞു തുടങ്ങിയതുമാണ് അലോഷിയുടെ വണ്ടിക്ക് മുന്നേ മറ്റൊരു കാർ ഓവർടേക്ക് ചെയ്തത്. പെട്ടെന്നൊന്ന് സൈഡിലേക്ക് വെട്ടിച്ചെങ്കിലും മഴവെള്ളത്തിൽ തന്നെ അലോഷിയും പാർത്തിയും ബുള്ളറ്റുമായി സൈഡിലേക്കൊന്ന് ചാഞ്ഞു പോയിരുന്നു. ആരുടെ അപ്പന് വായ ഗുളിക വാങ്ങാൻ പോകുന്നട്ടോ മോനെ? പെട്ടെന്ന് വണ്ടി നേരെ വെച്ച് ചാടിയിറങ്ങി അലോഷി അലറിയതും മുന്നേ പോയ വണ്ടി നിന്നു. പാർത്തിയും മടങ്ങിപ്പോയ കാർ ഒന്ന് നേരെ വെച്ച് മുന്നിലേക്ക് പകപ്പോടെ നോക്കി. ശേഷം ഞൊടിയിടയിൽ വണ്ടി റിവേഴ്സ് എടുത്തു.
പാർത്തി പ്രതീക്ഷിക്കാതെ റിവേഴ്സ് എടുത്ത് വരുന്ന വണ്ടിക്ക് പിന്നിൽ നിൽക്കുന്ന പാർത്തിയെ അലോഷി പെട്ടെന്ന് സൈഡിലേക്ക് വലിച്ചു മാറ്റി. അവരുടെ തൊട്ടടുത്തെത്തിയതും അതിൽ നിന്ന് 2-3 ആളുകൾ ഇറങ്ങിയതും അലോഷിയും പാർത്തിയും മുഖത്തോട് മുഖം നോക്കി. ശേഷം മുന്നിലേക്കും. അവരുടെ കയ്യിൽ കരുതിയ തടിക്കഷ്ണവും കത്തിയൊക്കെ കാണെ പാർത്തി പകപ്പോടെ അലോഷിയെ നോക്കി. അവനും പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു. ചോദ്യവും പറച്ചിലുമൊന്നുമില്ലാതെ മുന്നോട്ട് കുതിച്ചു വന്നവർ തൊട്ടടുത്ത നിമിഷം പാർത്തിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അലോഷിയുടെ മുഖത്തിൽ പഞ്ച് ചെയ്തിരുന്നു. സൈഡിലേക്ക് കൂടിപ്പോയ അലോഷിയും മലർന്നു വീണ പാർത്തിയും 2-3 നിമിഷങ്ങൾ പിന്നിടുമ്പോൾ അവരുടെ രൗദ്രഭാവം എടുത്തണിഞ്ഞ് പോരിനായി മുന്നോട്ട് വന്നിരുന്നു. അടിച്ചു കൊല്ലടോ ഈ നായ്ക്കളെ! കൂട്ടത്തിലെ തലവന്റെ നിർദ്ദേശം. ചുണ്ടിൽ പൊടിഞ്ഞ ചോര അലോഷി നാവുകൊണ്ട് ചുഴറ്റി എടുത്തു നീട്ടി തുപ്പി. പാർത്തിയുടെ നേർക്ക് ഇടംകൈ നീട്ടി മുണ്ട് മടക്കി കുത്തി പാർത്തി അവൻ്റെ വലങ്കൈ അലോഷിയുടെ കയ്യിൽ ചേർത്തമർത്തി പിടിച്ചു. മഴ കനത്തു. മുന്നിലെ കാഴ്ച വ്യക്തമാക്കിക്കൊണ്ടൊരു മിന്നലും പിന്നാലെ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരിടിയും അവിടമാകെ മുഴങ്ങി. എന്തിനാ എൻ്റെ അച്ചാച്ചനെ നീ കൊന്നേ? വാക്കുകൾ കൊണ്ടൊരാളെ കൊല്ലാൻ സാധിക്കുമോ? കഴിയും. ചില ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയതാണ് അവരുടെ നാവിൽ നിന്ന് വരുന്ന വിഷം പുരണ്ട വാക്കുകൾക്ക്. അതിന് നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ സാധിക്കും. ജേക്കബിൻ്റെ കൈക്കുള്ളിൽ നിന്ന് അന്ന ആ മയത്തേക്ക് ഇറങ്ങി നടന്നു. മോളെ. നാളുകൾക്ക് ശേഷം അയാളുടെ നാവിൽ നിന്ന് സ്നേഹത്തിൽ അവൾ ആ വാക്ക് വീണ്ടും കേട്ടു. തിരിഞ്ഞു നോക്കിയില്ല. ഒരു തിരിഞ്ഞു നോട്ടത്തിന് പോലും അർഹരായി ആരും ഇനി ആ വീട്ടിൽ തനിക്കില്ല എന്നൊരു ചിന്ത അവളെ കടന്നു പിടിച്ചു. മനുഷ്യനെ വിഴുങ്ങുന്ന നിഗൂഢമായ ഇരുട്ടിലേക്ക് അന്ന ആഴ്ന്നു പോകുന്നത് പോലെ തോന്നി അയാൾക്ക്. അവൾക്ക് പിറകെ ഓടിയിറങ്ങിപ്പോയി. അന്നാദ്യമായി ജേക്കബ് പ്രതിഫലം മോഹിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായി തുനിഞ്ഞു. അന്ന മോളെ. വീണ്ടും അവളുടെ കൈ പിടിച്ചു നിർത്തി. ഒരു വേള ആ വിളിയിൽ അവളുടെ ചാച്ച മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. അതേ വാത്സല്യം, അതേ വ്യാകുലത, അതേ കരുണ. അന്ന കണ്ണുകളുയർത്തി അയാളെ നോക്കി. മുന്നിൽ അലോഷിയുടെ അതേ തലയെടുപ്പോടെ നിൽക്കുന്ന ജേക്കബ്. അയാളുടെ കണ്ണിലെ ചില ഭാവങ്ങൾ ഒരു വേള അവളെ പാർത്തിയുടെ ഓർമ്മയിലും കൊണ്ടെത്തിച്ചു. അലോഷി, പാർത്തി, ആ 2 പേരും അവളുടെ ഹൃദയം ഉച്ചത്തിൽ മൊഴിഞ്ഞതും അന്ന ഒന്ന് വിറച്ചു. അവർ അറിഞ്ഞാൽ എന്നെ വെറുക്കുമോ? സ്വന്തം അപ്പനും അമ്മയും ഒന്നുമറിയാത്ത കുറച്ച് മനുഷ്യരും മരിക്കാൻ കാരണം താനാണെന്ന് അറിഞ്ഞാൽ തന്നോട് പൊറുക്കുമോ? അലോഷിയുടെയും പാർത്തിയുടെയും കണ്ണുകളിൽ നിന്ന് കാത്തുവിലും ജോഷുവയിലും കണ്ടതുപോലുള്ള വെറുപ്പ് നിറയുന്നത് ആലോചിച്ചു നോക്കി. ഓർമ്മയിൽ പോലും അവൾ ശക്തിയിൽ വിറച്ചു. കാലുകൾ കുഴഞ്ഞു. തളർന്നുകൊണ്ട് വീഴാനാഞ്ഞു. ജാക്കബ് പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ അവളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ കാരണം അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും തയഞ്ഞപ്പോൾ തോന്നിയ സഹതാപമാവാം. ഇവളുടെ ചേട്ടനെയും അവൻ്റെ പെണ്ണിനെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊന്നതല്ലേ നീ? അതുകൊണ്ടാണ് കർത്താവ് ഇച്ചേച്ചിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യത്തെ തട്ടിയെറിഞ്ഞത്. വീറോടെയുള്ള ജോഷുവയുടെ വാക്കുകളും വെറുപ്പോടെയുള്ള കാത്തുവിൻ്റെ നോട്ടവും തളർച്ചയോടെ അന്നയുടെ ശരീരത്തിന് ഭാരമേറി. ജേക്കബിൻ്റെ കൈകൾ അവളിൽ മുറുകി. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ ശീതക്കാറ്റ് കാതിൽ കുത്തി. അല്ല. ആര് പറഞ്ഞിട്ടാ? നെറ്റിയിലെ കൊഴുത്ത ചോര മഴവെള്ളത്തിൽ കൂടി ഒലിച്ചിറങ്ങി. ചെത്തിമറ്റത്തെ ജോൺ സാറിൻ്റെ അനിയൻ്റെ മകൻ. അലോഷി കൈയൊന്ന് ഒടിച്ചതും മുട്ടുകുത്തി അടികൊണ്ട് അവശനായി ഒരുവൻ വേദനയിൽ അലറി. അല്ലു, ഇത് വേറെയാ. ഇവനെ വിട്ടത് ബിന്നിയും. പാർത്തി മറ്റൊരുവൻ്റെ കുറിക്കൽ മുട്ടുകാൽ വെച്ച് ആഞ്ഞൊന്ന് അമർത്തി. കൈ രണ്ടും പിന്നിലേക്ക് വളച്ചു വെച്ച് അലോഷിയോട് വിളിച്ചു പറഞ്ഞു. അലോഷിയുടെ കണ്ണിൽ പകയേറി. അവൻ്റെ കയ്യിൽ കിടന്നവനെ തറയിലേക്ക് ആഞ്ഞു തള്ളി പാർത്തി പിടിച്ചു വെച്ചിരിക്കുന്നവൻ്റെ മുന്നിൽ പോയി നിന്നു. പാർത്തി അവൻ്റെ കൈ ഒന്നുകൂടി അമർത്തിയതും അവനൊന്ന് പുളഞ്ഞു നിലവിളിച്ചു. അലോഷി കൈമുഷ്ടി ചുരുട്ടി അവൻ്റെ മൂക്ക് നോക്കിയെന്ന് കൊടുത്തു. ആ കാരണം ചോദിക്കല്ലു, പറഞ്ഞു തരുമവൻ. പാർത്തിയുടെ കണ്ണിൽ രൗദ്രം നിറഞ്ഞു. പല്ലുകടിച്ച് അവൻ്റെ കൈ ഒന്നുകൂടി പിന്നിലേക്ക് വളച്ചൊടിച്ചു. എല്ലുനുറുങ്ങുന്ന ശബ്ദത്തിലും വേദനയിലും താഴെ വീണവൻ അലറിപ്പറഞ്ഞ കാര്യം കേൾക്കെ അലോഷിയുടെ ഉടലൊന്ന് വിറച്ചു. ഹൃദയം മുറിഞ്ഞു. അതിൽ നിന്ന് ശക്തിയിൽ ചോര കിനിഞ്ഞു. കാതറിൻ. അലോഷിയുടെ അലർച്ച ആ വീടിനെ ഒന്നായി കുലുക്കിക്കളഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ അലോഷിയുടെ റൂമിൽ നിന്ന് ഓടിയിറങ്ങിയ കാത്തു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നു. നെറ്റിയിലും ചുണ്ടിലും ശരീരത്തിലും നിന്നുമെല്ലാം ചോര കിനിഞ്ഞിറങ്ങി നിൽക്കുന്ന അലോഷിയെ കാണെ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നോക്കണ്ട, ചത്തിട്ടില്ല. നീ കൊല്ലാനേൽപ്പിച്ചവന്മാരുടെ കത്തിക്ക് അലോഷിയുടെ ചങ്കിൽ കുത്തിയിറക്കാനുള്ള തൻ്റെ ഇടമില്ലായിരുന്നു. വെറുപ്പോടെ, അത്യധികം വെറുപ്പോടെ അലോഷി ഉച്ചത്തിൽ അലറി കാത്തുവിനോട്.